നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സ്ട്രോങ് സ്റ്റോക്ക് നിഫ്റ്റി വീക്ക് ആണെങ്കിലും കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇത് ട്രേഡിംഗ് വ്യൂവിന്റെ സഹായത്തോടെ അതിൽ പ്ലോട്ട് ചെയ്ത് നമ്മൾ അതിനുശേഷമാണ് സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്താണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് നോക്കാം. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളൊരു നിഫ്റ്റി 50 നമ്മളൊരു ബെഞ്ച് മാർക്കായി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കുകൾ ഈ നിഫ്റ്റി 50യേക്കാളും എത്ര മികച്ച പ്രകടനം, അതായത് ഇതിലും ഗ്രോത്ത് എത്ര പെർസെൻറ്റേജ് മൂവ് തന്നു അല്ലെങ്കിൽ ഒരു മൂവ് തരുന്നുണ്ടോ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഉപയോഗിക്കുന്നത്. ഇതുവഴി നാം കണ്ടെത്താൻ നോക്കുന്നത് നിഫ്റ്റിയുടെ പെർഫോമൻസിനേക്കാളും ബെറ്റർ ആയിട്ട് ഔട്ട് പെർഫോം ചെയ്ത് പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുന്നതാണ്. അതിനാദ്യമായി നമുക്ക് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ എടുക്കുക. അത് ഭാരത് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓതറാണ്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻഡിക്കേറ്റർ ഈ വിൻഡോയിൽ ആഡ് ആവുന്നത് കാണാം. അതിനുശേഷം ഇതിന്റെ സെറ്റിംഗ്സിൽ പോവുക. ഈ സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ഈ കമ്പാരിറ്റീവ് സിമ്പിൾ എന്ന് പറയുന്ന ഇവിടെ നിഫ്റ്റി ആണോ എന്നാണ്. നിഫ്റ്റി അല്ല എങ്കിൽ നിഫ്റ്റി സെർച്ച് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ പീരിയഡിൻ്റെ അവിടെ 123ക്ക് പകരം 55 എന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്ന MCX എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കാം. നമുക്ക് ഗ്രാസിം നോക്കാം. ഈ ഗ്രാസിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈനും ഒരു ഗ്രീൻ ലൈനും കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെ നടുക്ക് ഒരു പർപ്പിൾ ആയിട്ടുള്ള ഒരു കളറുള്ള മറ്റൊരു ലൈനും കാണാൻ പറ്റും. ഇത് 0 ആണ്. ഇതിന്റെ സ്ട്രെങ്ത് ഇവിടെ അളക്കുന്നത്, അതായത് ഈ പറയുന്ന ഈ ലൈൻ ഈ 0 ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രെങ്ത് കൂടി, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാളും സ്ട്രെങ്ത് കൂടുന്നു എന്നാണ് കാണിക്കുന്നത്.